വലിയ പ്രശ്നമാണ് മലപ്പുറം പൊന്നാനിയിൽ. വീടുകൾ കടലെടുക്കുന്നു. കിളർപ്പള്ളി, വെളിയംകോട്, പാലപ്പെട്ടി എന്നിവിടങ്ങളിലാണ് വീടുകൾ കടലെടുത്തത്. വിഷ്ണുപ്രകാശ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, വലിയ ആശങ്കയാണിത്. ഇപ്പോൾ എത്ര വീടുകൾ ഈ ഭീഷണി നേരിടുന്നുണ്ട്? എത്ര വീടുകളിൽ പ്രശ്നമുണ്ടായിട്ടുണ്ട്? എന്താണ് അവിടെ പരിഹാര മാർഗം നടപ്പാക്കുന്നത്? പക്ഷേ ആ കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള ഈ പ്രദേശത്തുള്ള പൊന്നാനി ഭാഗത്തുള്ള ആളുകളുടെ ഒരു ആവശ്യമാണ്. അതായത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി, ആദ്യം ഇപ്പോൾ നിലവിൽ ഇന്നലെയും ഇന്നുമായി 5 വീടുകളാണ് ഇത്തരത്തിൽ കടൽക്ഷോഭത്തിൽ തകർന്നിട്ടുള്ളത്. ഇതിനു മുമ്പ് ഇപ്പോൾ നമ്മളൊരു വീടിന്റെ അകത്താണ്, അതിന്റെ ഒരു ഹോളിലോട്ട് കയറിയുള്ള പ്രദേശത്തിന്റെ അപ്പുറം, അതായത് ഇത് ഹോളിന്റെ അതിരാണ്, അതിന്റെ അപ്പുറം വരെ കടൽ എത്തിയിരിക്കുന്നു. വീടിനെ പൂർണ്ണമായി തന്നെ ആ കടൽ അപ്പാടെ വിഴുങ്ങിയിരിക്കുന്ന ഒരു കാഴ്ചകളാണ്. നമുക്ക് ഒരു തരത്തിലും അത് സഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കാഴ്ചകളാണ് ഇവിടുന്ന് നമുക്ക് പകർത്താൻ പറ്റുന്നത്. അത്രയും വിഷമമുണ്ട്. ഇവിടെയുള്ള ആളുകൾ പറയുന്നത് ഈ വീടിന്റെ കുറച്ചപ്പുറമാണ് ഇപ്പോൾ ആ കല്ല് കിടക്കുന്ന പ്രദേശത്തൊക്കെ നേരത്തെ ഇതിനു മുൻപുള്ള വർഷങ്ങളിലൊക്കെ ഈ കടൽക്ഷോഭം ബാധിച്ച് അവിടെ ഒരു നിരയിലൊക്കെ വീടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ 25ഓളം വീടുകളൊക്കെ മുൻ വർഷങ്ങളിൽ തകർന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ആളുകൾ നിരന്തരം ഇവരുടെ ആവശ്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അധികാരികളോടും സർക്കാരിനോടും ഈ ജനപ്രതിനിധികളോടും ഒക്കെ ഈ ആവശ്യം പറയുന്നുണ്ട്. പക്ഷേ അതിനൊരു പരിഹാരം കാണുന്നില്ല. ഇപ്പോൾ ഈ വീട്ടിലുള്ള മുസ്തഫ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഏതാനും 2-3 ദിവസം മുമ്പ് സമീപത്ത് തന്നെ നാട്ടുകാർ പണിത് നൽകിയ ഒരു ഷെഡിലേക്ക് മാറിയിരുന്നു. അതുകൊണ്ട് മാത്രം ജീവൻ രക്ഷപ്പെട്ട ഒരു വ്യക്തിയാണ്. നമുക്ക് വീട് വേറില്ല, നമ്മളെ വീട് പോലാണോ? എത്ര വീടൊന്നുമില്ല, നമുക്ക് സഹായിക്കാൻ പറ്റിയ കുടുംബങ്ങളും ഇല്ല. നാട്ടുകാരാണ് നമ്മളെ സഹായിക്കുന്നത്. വയ്യാത്ത ആളാണ് ഞാൻ. എനിക്ക് ഇപ്പം ഇത് പേരാണ്ട് പോവാണ്, വയ്യായി കൂടിയതാണ്, അസുഖം കൂടി. ആളുകളോടൊക്കെ പറഞ്ഞിട്ടൊന്നും അവരൊന്നും കേൾക്കുന്നില്ല സർക്കാരും. ഇല്ല, ഞങ്ങളോട് പറഞ്ഞത് വരുമെന്ന് കല്ലിട്ടതാണ് അപകടം. ആ കല്ലോടെ വന്ന് ഒഴിയുന്നാണ് ഈ പെരക്കെല്ലാം ഞങ്ങളോട് പറയുന്നത്. അത് വരുമെന്ന് കല്ല് വരും അപ്പൊ അളക്കാൻ വരും. അപ്പൊ ഞമ്മ കാണും. അപ്പൊ ഞമ്മ വിചാരിക്കുന്ന അന്നാ വരും. ഞാൻ ഏത് കൊല്ലം 3-4 ഇത് പറിച്ചു തുടങ്ങി. അതായത് അദ്ദേഹത്തിന് പറയുന്നതിനൊക്കെ ചെറിയ വിഷമങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നത് നേരത്തെ നമ്മൾ ആ ഒരു കല്ല് അവിടെ ഇട്ടിരിക്കുന്നത് കണ്ടു. അതായത് ഇതിനു മുമ്പ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ സർക്കാർ ഇടപെട്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ ജനപ്രതിനിധികൾ ഇടപെട്ട് അവിടെ കല്ല് സ്ഥാപിച്ചിരുന്നു. പക്ഷേ ആ കല്ലിട്ടതാണ് ഇപ്പോൾ കൂടുതൽ പ്രശ്നമായത്. അത് മുഴുവനായി അത് ഇട്ട ഒരു ഭാഗം അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഇപ്പോൾ ഈ കാണുന്നത്. റവന്യൂ മന്ത്രി മാധ്യമങ്ങളെ കാണുകയും എല്ലാ പ്രശ്നത്തിലും ഇടപെടൽ ഉണ്ടാവുന്നൊക്കെ പറഞ്ഞിരുന്നു. അദ്ദേഹത്തെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. പക്ഷേ നമുക്ക് വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കാവുന്നതിലുമൊക്കെ അപ്പുറമാണ് കാര്യങ്ങൾ. കാരണം അദ്ദേഹം പറയുന്നത് തന്നെ ഏതാണ്ട് കുറേ നാളുകളായിട്ട് അവർ അനുഭവിക്കുന്ന ദുരിതമാണ്. ഇതിനു മുൻപ് അവരുടെ അയൽവക്കക്കാരായിട്ടുണ്ടായിരുന്ന ആളുകളൊക്കെ കുറേ പേർ ഇത്തരത്തിൽ കടലെടുത്ത് പോയി. ഇനി ഇവർക്ക് വേറെ മാർഗമില്ല. കാരണം അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാരിടപെട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അവർക്ക് സമീപത്ത് തന്നെ ഒരു ചെറിയ ഷെഡ് വെച്ച് കിട്ടി. അവിടേക്ക് മാറിയത് കൊണ്ട് മാത്രം ജീവൻ രക്ഷപ്പെട്ട ആളുകളാണ് അവിടെ ഇരിക്കുന്നവരൊക്കെ. ആളുകൾക്ക് അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു വലിയ സാമ്പത്തികമായിട്ടുള്ള ഒരു നീക്കിയിരിപ്പോ അല്ലെങ്കിൽ അത്തരമുള്ള ഒരു സംവിധാനം ഒന്നുള്ള ആളുകളല്ല. അപ്പോൾ സർക്കാർ ഇടപെടാം, ഇല്ലെങ്കിൽ വാക്കുകളുടെ ഒരു ആശ്വാസത്തിന് പകരമായി അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അവർക്ക് ചെയ്ത് നൽകേണ്ട കാര്യങ്ങളുണ്ട്. അത് എത്രയും പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏക ഒരു പോംവഴി. കാരണം ഈ വീട് കണ്ടാൽ അറിയാം, ഒരു തരത്തിലും ഇവിടെ ഇനിയിപ്പോൾ താമസിക്കാൻ സാധിക്കില്ല. പകരം വേറെ ഏത് സംവിധാനം ഒരുക്കിയാലും അതിൻ്റെയൊക്കെ ഒരു വൃത്തിയും ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു സുരക്ഷിതത്വം ഒക്കെ വളരെ ബാധിക്കുന്ന ഒരു കാര്യങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് ഇവർക്ക് വാക്കുകൾ കൊണ്ട് അവരെ ആശ്വസിപ്പിക്കാൻ ഒരിക്കലും സാധിക്കില്ല. ചേട്ടാ, ഇത് നിങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള 40-40 വർഷമായുള്ള വീടാണിത്. എത്ര കാലമായി ഇത് പറയും. പിന്നെ മറ്റൊരു വരുമ്പോൾ പറയും ഇവര് മറ്റേ IIT ഗവേഷണം നടത്തുന്നു. ഇപ്പോൾ വീടും കല്ലിടും, ഇവര് കല്ലിടും. എന്നാലിപ്പോൾ കളക്ടർ വന്ന് തടഞ്ഞിട്ടാണ് അവിടെ കുറച്ച് കല്ലിട്ട്. ആ കല്ലിട്ടപ്പോൾ ഇവിടെ മൊത്തം കയറി പൊളിഞ്ഞു പോയി. അവിടെ മൊത്തം പൊളിഞ്ഞാണ്. ഇതിങ്ങനെ വർഷം ഇത് വരുമ്പോൾ ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു മാറ്റമില്ല. പിന്നെ കല്ലിടും എന്ന് പറഞ്ഞപ്പം ഇയാൾ വന്നിട്ടും പറഞ്ഞ്, പുതിയ MLA വന്നിട്ടും പറഞ്ഞ് അടുത്ത് തന്നെ കല്ലിടും. പിന്നെ 12 മാസം കൊണ്ട് 14 മാസം കൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഇത് പൂർത്തിയാക്കും. ഇത് പറയാന്നല്ലാതെ 10 കൊല്ലം മറ്റൊരു 10-25 കൊല്ലമായി കല്ലിടൽ വരൽ തുടങ്ങിയിട്ട് ഇതുവരെ അത് നടന്നിട്ടില്ല. പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഇതുവരെ ഈ ഇന്നലെയൊക്കെ വീടുകളിലൊക്കെ ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ വലിയ ഒരു ദുരന്തമായി പോയില്ലേ? ആ സമയത്തിന് മുമ്പ് ആളുകളൊക്കെ ഇവിടുന്ന് മാറി വാടക വീടുകളിലൊക്കെയാണ് പോയി താമസിക്കുന്നത്. ഈ ആൾതാമസം ഉണ്ടായിരുന്ന വീടുകളാണ് ഇതെല്ലാവരും? ഒക്കെ ആൾതാമസമുള്ള വീടുകളാണ്.
മേഖലയിലെല്ലാം സർക്കാരിന് നികുതി അടക്കുന്ന ഭൂമികളാണ്. ഇതൊന്നും പുറമ്പോക്കല്ല. ഓരോ കുടുംബങ്ങൾ 10 സെൻറ്റും 15 സെൻറ്റ് 20 സെൻറ്റിൽ താമസിക്കുന്ന കുടുംബങ്ങളാണ്. ഇത് 10-25 വർഷക്കാലമായി ഈ ദുരിതം അനുഭവിക്കുന്നത്. ഒരു ശാശ്വത ടെട്രാപോഡ് എന്നുള്ളൊരു ആവശ്യമൊക്കെ നിങ്ങൾ പറയും. ടെട്രാപോഡിൻ്റെ ഒരു ആവശ്യം MLA ബഡ്ജറ്റിൽ 3 കോടി രൂപ അതിന് ടോക്കൺ കൊടുക്കാൻ വേണ്ടിയിട്ട് വകയിരുത്തിയിട്ടുണ്ട്. അത് മറ്റേ നവാർഡിൻ്റെ ഫണ്ട് എടുത്തിട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. പക്ഷെ അതിന് സമയമെടുക്കും. നമുക്കിപ്പോൾ വേണ്ടിയത് ശാശ്വതമായിട്ട് ഈ വീടുകൾ അല്ലെങ്കിൽ സ്ഥലങ്ങൾ ഇവിടെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഒരു 10-200 മീറ്ററെങ്കിലും അടിയന്തരമായിട്ട് അത് കലക്ടറെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നെങ്കിലും എടുത്തിട്ട് ചെയ്തു തരണമെന്നാണ്. അതിപ്പോൾ ഇന്നിപ്പോൾ MLA 12 മണിക്ക് ശേഷം ഈ സ്ഥലം സന്ദർശിക്കാൻ വരണമെന്ന് പറയുന്നുണ്ട്. MLA-നോട് ഞങ്ങളിപ്പോൾ തന്നെയാണ് ആവശ്യമാണ് പറയാൻ നിൽക്കുന്നത്. അദ്ദേഹം ചെയ്യുമെന്ന് നമ്മളോട് ഉറപ്പും നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ ടൈമിൽ നമുക്കിപ്പോൾ ആർക്കും തടയാൻ പറ്റില്ലല്ലോ. പെട്ടെന്നുള്ള കടൽക്ഷോഭത്തിലാണ് ഇപ്പോൾ ഈ സംഭവിച്ചത്. ഈ വീടുകളൊക്കെ അപ്പുറമൊക്കെ കുറേ വീടുകളൊക്കെ ഉണ്ടായിരുന്നതാണ്. ഒരുപാട് വീടുകളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി ഇതൊന്നും സർക്കാർ പുറമ്പോക്കല്ല. ഇതൊക്കെ ഓരോ മത്സ്യത്തൊഴിലാളികൾ അവരെ വരുമാനത്തിൽ നിന്ന് അവരെടുത്ത് ഉണ്ടാക്കിയ വീടുകളും സ്ഥലങ്ങളൊക്കെയാണ്. ഇത് സർക്കാരിന് നികുതി അടക്കുന്ന ഭൂമികളാണ്. ഇവരെ വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. മഴയൊന്ന് പെയ്യുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വരുന്ന മനുഷ്യന്റെ അവസ്ഥ, കടലൊന്ന് വെള്ളം ഉയരുമ്പോഴേക്കും നാളെ അവിടെ എങ്ങനെ കിടക്കാൻ പറ്റാതായി പോകുന്ന അവസ്ഥ എന്നൊക്കെ പറയുന്നത്